മരണത്തിന്റെ ശക്തിയെ തോൽപ്പിക്കുവാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയവർ അമ്പേ പരാജയപ്പെട്ടതല്ലാതെ മരണത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കുവാൻ ചരിത്രത്തിൽ ഇതുവരെ തന്നെ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ ഒരേ ഒരു ചരിത്ര പുരുഷനേ ഉള്ളൂ. അത് ഒരൊറ്റ വ്യക്തിപ്രഭാവമേ ഉള്ളൂ. ചരിത്രത്തിന്റെ നടുനായകത്വം വഹിക്കുന്ന അഖിലാണ്ടത്തിന്റെ ഉടയവനായ മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തു മാത്രം, ആ യേശുവിന് മാത്രമേ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽപ്പാൻ കഴിഞ്ഞുള്ളൂ. പ്രിയ സ്നേഹിതരെ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇറങ്ങി തിരിച്ചവർ നമുക്കറിയാം. മൈക്കൽ ജാക്സൺ നൃത്ത ചുവടുകൾ കൊണ്ട് ലോകത്താകമാനം ജനതയെ പ്രകമ്പരം കൊള്ളിച്ച സന്തോഷിപ്പിച്ച ഒരു വ്യക്തിപ്രഭാവമാണ് മൈക്കൽ ജാക്സൺ. 150 വയസ്സ് വരെ പ്രായം ജീവിച്ചിരിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയവൻ. കഴിക്കുന്ന ഭക്ഷണം പോലും ടെസ്റ്റ് ചെയ്ത് കഴിക്കുവാൻ ക്രമീകരിച്ചിരുന്ന ആരോഗ്യ വിദഗ്ധന്മാർ തൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. ശ്രദ്ധിക്കണമേ, തൻ്റെ ആരോഗ്യത്തെ പരിപാലിക്കുവാൻ നിരവധി ആരോഗ്യ വിദഗ്ധന്മാരെ തനിക്ക് മുൻപിൽ നിർത്തിയിരുന്നു. സ്നേഹിതരെ, കേവലം 50 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള വ്യക്തിയായി ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ആ സന്ദേശം, ആ ചരിത്ര ഭാഗം നമ്മെ വിളിച്ചറിയിക്കുന്നത്, അഥവാ മൈക്കൽ ജാക്സന്റെ മരണത്തെ ലോകത്തോട് വിളിച്ചു പറയുന്നത്, മരണം സകല മനുഷ്യർക്കും സാർവത്രികമാണ്. മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ള ഒരു വ്യക്തമായ ധാരണ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് പകരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മരണം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം മനുഷ്യനുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ യേശു ഇറങ്ങി വന്നു. ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. വിശുദ്ധ തിരുവെഴുത്ത് അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, കാലം തികഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തു മടങ്ങി വരുവാൻ സമാഗതമായിരിക്കുന്നു. ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ സ്നേഹിതരെ, ഇത്രയും ആത്മതപനം ചെയ്ത് വ്യക്തിപരമായ ഉപജീവന മേഖല വരെ മാറ്റി നിർത്തി വ്യക്തിപരമായ സാമ്പത്തിക നന്മകൾ ഇതിനു വേണ്ടി ചെലവഴിച്ച് കവലകൾ തോറും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം ഞങ്ങൾ അറിയിക്കുന്നത് മതത്തിൽ ചേർക്കുവാനല്ല. താങ്കളെ ഞങ്ങൾ വിളിക്കുന്നത് മതത്തിലേക്കല്ല, താങ്കളെ വിളിക്കുന്നത് പ്രസ്ഥാനത്തിലേക്കല്ല, താങ്കളെ വിളിക്കുന്നത് സംഘടനയിലേക്കല്ല, ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ ആഠ്യത്തിനത്തേക്കല്ല താങ്കളെ ക്ഷണിക്കുന്നത്. നിത്യമായ രക്ഷ താങ്കൾ പ്രാപിക്കണം. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ താങ്കൾ ലജ്ജിച്ചു പോകരുത്. സുവിശേഷം അനുസരിക്കാത്തവർക്ക് നിത്യമായ നാശമെന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുമ്പോൾ കെടാത്ത